അപ്പോ ഇ- ഇപ്പോ നമുക്ക് നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ദുർഗാഷ്ടമി, അതേപോലെ വിജയദശമി ഒക്കെ വരാണ്. അപ്പോ നവരാത്രി എന്ന് പറയുമ്പോ ദേവിയുടെ ഭക്തന്മാർക്ക് മാത്രമാണോ സ്പെഷ്യാലിറ്റി, അതോ നമുക്കും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അവർക്ക് ആണോ, അവരല്ലേ പ്രാർത്ഥിക്കണം. അപ്പം ചിലപ്പോ നമ്മൾ ഭക്തര് പറയും അത് അവരുടെ പൂജയാണ്, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും ഇത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിലവര് പറയും. എന്നാൽ ചിലവര് പറയും അല്ല, ദേവിയാണ് വലുത്, ദേവിനെ മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, ദേവി കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വരുന്നത് എന്ന് ചിലവര് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാല് നവരാത്രി എന്ന് പറയുമ്പോൾ ദേവിമാരെ പൂജ, അതായത് മൂന്ന് ദേവിമാര്, ലക്ഷ്മി, സരസ്വതി, അതേപോലെ പാർവതി, മൂന്ന് ദേവിമാരുടെയും പൂജയാണ്. എന്നാൽ അത് ഭഗവാന്റെയും കൂടെ പൂജയാണ്. കാരണം ഇപ്പൊ ട്രിവാൻഡ്രത്തി തന്നെ നവരാത്രി ഉത്സവം നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് മുരുകസ്വാമി അല്ലെങ്കിൽ ദേവിമാരും പിന്നെ മുരുകസ്വാമിയും വരുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് അവര് വരുന്നത്. അപ്പൊ അവിടെയും അവര് ഭഗവാനെയാണ് വെക്കുന്നത്. അതുപോലെ പത്മനാഭന്റെ അവിടെയാണ് ഈ 10 ദിവസവും വലിയ ഉത്സവമായിട്ടും അവര് നടത്തുന്നത്. ദേവി വെച്ചിട്ട് ഭഗവാന്റെ അവിടെയാണ് സരസ്വതി ദേവി വന്ന് ഇരിക്കുന്നത്. 10ാമത്തെ ദിവസം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് ദേവി അകത്തോട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ഐതിഹ്യമാണ്, ഭഗവാന്റെ കഥയിൽ നടക്കുന്ന ഒരു ഐതിഹ്യമാണ്. ഇനിയിപ്പോ ഈ ദേവിയും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റത്തില്ല. അതായത് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് വേണം, എന്നാലേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ. കാരണം ഇവരെല്ലാം ഭഗവാന്റെ തന്നെ സെർവൻസ് ആണ്. ഇപ്പൊ ഈ ദേവിമാരെ പറഞ്ഞില്ല, ഈ ദേവിമാര് ലക്ഷ്മി ദേവി ഉൾപ്പെടെ രാധാറാണിയുടെ എന്താണ് വൈഭവ വിലാസ എന്നാണ് പറയാ, രാധാറാണിയുടെ എക്സ്പാൻഷൻസ് ആണ്, രാധാറാണിയുടെ ഓരോ അംശങ്ങളാണ് ഈ ദേവിമാരെല്ലാം. കാരണം രാധാറാണിയിൽ നിന്നാണ് ഈ ദേവിമാരുടെ ഒക്കെ ഉത്ഭവം വരുന്നത്. പക്ഷെ അത് പിന്നീട് ഈ ലോകത്തോട്ട് വന്നപ്പോ ആ ഒരു കാര്യം മാത്രം പറയുന്നില്ല, ദേവിമാര് വരുന്നു എന്ന് മാത്രമേ പറയുന്നു. പക്ഷെ ആ ദേവിമാര് എവിടെ നിന്നാണ് ശരിക്കും വരുന്നത്? രാധാറാണിയിൽ നിന്നാണ് വരുന്നത്. അതേപോലെ ദേവന്മാർ ആരിൽ നിന്നാണ് വരുന്നത്? ഭഗവാനിൽ നിന്ന് വരണം, അവരുടെ എക്സ്പാൻഷൻസ് ആണ്. അപ്പൊ ഈ ദേവിമാര് രാധാറാണിയുടെ തന്നെ അംശങ്ങളാണ്. ഇനി ഈ ദേവിമാര് നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊരിക്കലും നമ്മളെ അവരുടെ ലോകത്തേക്ക് ലീഡ് ചെയ്യാനല്ല. നമ്മളിപ്പോ ഒരു ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരാളെ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അവർ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് കണക്ഷൻ വിട്ടുകൊടുക്കും. പല ഭക്തന്മാർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട്. ആദ്യമേ ദേവി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നീട് ഭഗവാന്റെ വലിയ ഭക്തന്മാരായിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. കാരണം ദേവിമാർക്കായാലും അവർക്കായാലും വേണ്ടത് എന്താണ്? ഭഗവാന്റെ സർവീസ്. നമ്മൾ ഭഗവാന്റെ സർവീസ് ചെയ്യുക എന്നതാണ് അവർക്കും താല്പര്യം. അല്ലാതെ അവർക്കൊരിക്കലും എന്നും പറഞ്ഞ് നമ്മൾ പോയിട്ട് കാളി പൂജ ചെയ്യണം, അത് ചെയ്യണം, അതൊക്കെ വെറും വേസ്റ്റ് ആണ്. വലിയ വലിയ പൂജകള് ദേവിമാർക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരുടെ ലോകത്തേക്ക് പോകാൻ വേണ്ടി അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മളായിട്ട് കയറി ചെല്ലുന്ന രീതിയാണ്, വെറുതെ പോയി കയറി ചെല്ലുന്ന രീതിയാണ്. പക്ഷെ അവരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവര് നമ്മളെ ശരിക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്തും. എന്നാൽ അവരോട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വെറുതെ പോയി എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരോട് നമുക്ക് ഭഗവാന്റെ ഭക്തി കൂട്ടിത്തരണേ, ഭഗവാന്റെ കൂടെയുള്ള ഭക്തി അതെനിക്ക് ഒരിക്കലും പോകരുത്, എനിക്ക് ഭഗവാൻ അടുത്തേക്ക് എത്താൻ പറ്റണേ എന്നാണ് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിക്കുമ്പോഴാണ് അവര് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത്. അപ്പോ പാർവതി ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ, പാർവതി ദേവി ഭഗവാന്റെ സഹോദരിയാണ്. പല ഭഗവാന്റെ ലീലകളിലും പാർവതി ദേവി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ചണ്ഡീനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. കാളി ഭക്തനാണ് അദ്ദേഹം, വളരെ വലിയ കാളി ഭക്തനാണ്. കാളി ഭക്തൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കാളി ദേവീനെ ഭയങ്കര ഇതാണ്. അപ്പൊ അദ്ദേഹം ഭയങ്കര പണക്കാരനാണ് അദ്ദേഹം. അപ്പൊ കാളി ദേവീനെ എന്നും എല്ലാ ആഴ്ചയും അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ വലിയ പൂജകൾ നടത്തും. പിന്നെ മാസത്തിൽ ഒരിക്കൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊരു പൂജ നടത്തും. അവിടെ എല്ലാവരെയും വിളിച്ച് അദ്ദേഹം ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ഭയങ്കര വലിയ പണക്കാരനുമാണ്, അതേപോലെ തന്നെ കാളി ഭക്തനുമാണ് ഈ ചണ്ഡീദാസ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ കാളി ഭക്തനായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭഗവാനെ ആയാലും ബാക്കി എല്ലാവരും ഇദ്ദേഹത്തിന് പുച്ഛമാണ്. അദ്ദേഹം ബാക്കി ആരെയും പ്രാർത്ഥിക്കില്ല. എന്നാൽ കാളി ദേവിയെ മാത്രമേ ഇദ്ദേഹം പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗാർഡൻ, അതായത് ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളാണ്, നിറയെ നല്ല നല്ല പൂക്കളാണ്. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹം ഈ ദേവിക്ക് നൽകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പറിക്കും. അപ്പൊ അതേ സമയത്ത് ഇദ്ദേഹത്തിന്റെ അനിയൻ ഉണ്ടായിരുന്നു. അനിയനാണെങ്കിൽ ഭഗവാന്റെ വലിയ ഭക്തനാണ് ഇദ്ദേഹത്തിന്റെ അനിയൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ അനിയൻ
സാളഗ്രാമ അദ്ദേഹത്തിന്റെ അനിയൻ പക്ഷെ വലിയ പണക്കാരനൊന്നുമല്ല, പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അനിയൻ സാളഗ്രാമത്തിനെയാണ് പൂജ ചെയ്യാറ്. അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനാണ്. അപ്പൊ സാളഗ്രാമത്തിനെയാണ് അദ്ദേഹത്തിന്റെ അനിയൻ പൂജ ചെയ്യാറ്. അങ്ങനെ പക്ഷെ ഈ ചണ്ഡീദാസൻ ഇദ്ദേഹത്തിന് അനിയനെ അത്ര ഇഷ്ടമല്ല. കാരണം ഇദ്ദേഹം കാളിദേവി ഉപാസിക്കാതെ സാളഗ്രാമത്തിന് ഉപാസിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇദ്ദേഹം ഈ ഭക്തനെ കളിയാക്കിയും അതേപോലെ വെറും ഒരു കല്ലിനെ പൂജിക്കണം, നിനക്ക് വട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിനെ കളിയാക്കിയും അതേപോലെ ഇദ്ദേഹത്തിന് അത്ര ഇതൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഇതേ എന്നും ഈ ചണ്ഡീദാസിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഗാർഡനിലുള്ള പൂക്കൾ ചോദിക്കും. പക്ഷെ അവർ കൊടുക്കൂല, അദ്ദേഹം കൊടുക്കൂല. കാരണം ഭഗവാൻ ഓഫർ ചെയ്യാനുള്ളത് കൊണ്ട് കൊടുക്കൂല. അപ്പൊ ഒരു ദിവസം ഈ ഭക്തൻ, അതായത് ഇദ്ദേഹത്തിന്റെ അനിയൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വെള്ള പുഷ്പങ്ങൾ, ഭയങ്കര നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ കാണും. അപ്പൊ പോയി പറിക്കാൻ പറ്റത്തില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ചേട്ടൻ വഴക്ക് പറയും. അതുകൊണ്ട് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം മനസ്സുകൊണ്ട് ആ പുഷ്പത്തെ ഭഗവാന് ഓഫർ ചെയ്തു. മനസ്സുകൊണ്ട് ഭഗവാൻ ഓഫർ ചെയ്തു. അപ്പൊ മനസ്സുകൊണ്ട് ഓഫർ ചെയ്തത് കൊണ്ട് എന്നിട്ട് അദ്ദേഹം പോയി, മനസ്സുകൊണ്ട് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് അദ്ദേഹം പോയി. അപ്പോ അടുത്ത ദിവസം, അതായത് അന്ന് ഇദ്ദേഹം ഈ പൂക്കൾ എടുത്തിട്ട് കാളിദേവിക്ക്, ഈ ചണ്ഡീദാസ് ഈ പൂക്കൾ എടുത്തിട്ട് കാളിദേവിക്ക് ഉപാസിക്കാൻ വേണ്ടി, അപ്പൊ ഇത് കൊണ്ട് കാളിദേവിയുടെ പാദത്തിൽ ഇട്ടതും പെട്ടെന്നൊരു വലിയ പ്രകാശത്തിൽ കാളിദേവി ഭയങ്കരമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കര സന്തോഷവതിയായിട്ട് കാളിദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഇന്നൊക്കെ എന്ത് അനുഗ്രഹമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം നോക്കുമ്പോ ഇത്രയും ദിവസം ഇതിനേക്കാളും വലുതായിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്, പൂജകൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പ്രത്യക്ഷപ്പെടാത്ത കാളിദേവി ഇപ്പോ ഈ പുഷ്പം, വെറും ഈ പുഷ്പങ്ങൾ വെച്ചപ്പോ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇദ്ദേഹം കാളിദേവിയോട് തന്നെ ചോദിക്കും, ഞാൻ ഇന്ന് എന്ത് പ്രത്യേകതയാണ് ചെയ്തത്? അപ്പോ കാളിദേവി പറയാണ്, നീ എന്റെ ഭഗവാന്റെ പുഷ്പങ്ങൾ, ഭഗവാൻ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പുഷ്പങ്ങള്, അതിന്റെ ബാക്കി നീ എനിക്ക് ഓഫർ ചെയ്തു, നീ എന്നെ കൊണ്ടുവച്ചു, അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനോട് അനുഗ്രഹം ചോദിക്കും. അപ്പോഴാണ് ചണ്ഡീദാസിന് തന്റെ തെറ്റ് മനസ്സിലായി. കാരണം എല്ലാത്തിന്റെയും ഉറവിടം ആരാണ്? ഭഗവാനാണ്. ഈ ദേവിമാരും പൂജിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ കാളിദേവിയെ മാത്രമല്ല ഭഗവാനെയും വലിയതായിട്ട് പൂജിക്കാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹത്തിന്റെ അനിയനെ അദ്ദേഹം കൂടെ പുഷ്പങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അനിയനും, അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വലിയ വിഷ്ണു ഭക്തരായി. അപ്പൊ ഇതേപോലെ നമ്മളെ ചില സമയത്ത് നമ്മൾക്ക് പല രീതിയിലും നമ്മൾ വഴിതെറ്റിപ്പോവും. ആ വഴിതെറ്റി പോകുന്ന സമയത്ത് ഭഗവാൻ മാത്രമല്ല, നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഈ ദേവി ദേവന്മാര് നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനിലോട്ട് കണക്ട് ചെയ്യും. പക്ഷെ അത് ഏത് രീതിയിലാണ് നമുക്കറിയത്തില്ല. പക്ഷെ ഇവരുടെ രീതിയായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മള് ഭക്തിയൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കോവിലില് വേറെ ദേവി ക്ഷേത്രത്തിൽ പോകുമ്പോഴായിരിക്കും അവിടെ കീർത്തനം അല്ലെങ്കിൽ സത്സംഗം നടക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഓർമ്മ വരും, ഞാൻ ഭക്തനായിരുന്നു എന്ന് ഓർമ്മ വരും. നമ്മൾ വീണ്ടും ഭക്തി മാർഗത്തിലോട്ട് പോകും. അതേപോലെ ഇവിടെ എന്താണ്, ചണ്ഡീദാസിന് ദേവിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുക. അതുകൊണ്ട് ഇവരെയൊക്കെ നമ്മൾ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ പുച്ഛിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ഇവരെല്ലാം ആരുടെ സെർവൻസ് ആണ്? ഭഗവാന്റെ സെർവൻസ് ആണ്. മാത്രമല്ല പാർവതി ദേവിയെ പറ്റി വേറെ പറയുകയാണെങ്കിൽ, നവദ്വീപിലെ പാർവതി ദേവി ചൈതന്യ മഹാപ്രഭുവായിട്ടൊരു ലീല നടന്നിട്ടുണ്ട്. അതായത് മഹാദേവൻ ഒരിക്കൽ പാർവതി ദേവിയോട് മഹാദേവൻ പറയാണ്, ദേവി പോയി ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട് ദർശനം എടുത്തിട്ട് വരൂ, ഭഗവാന്റെ ഭൂമിയിലത്തെ അവതാരത്തെ കണ്ടിട്ട് ദർശനം എടുത്തിട്ട് വരൂ എന്ന് പറയാണ്. അങ്ങനെ പാർവതി ദേവി ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം മഹാപ്രഭു ഒരു സന്യാസി ആയതുകൊണ്ട് തന്നെ പാർവതി ദേവി അടുത്ത് പോയി സംസാരിക്കുക എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ദൂരെ നിന്ന് കാണുകയാണ്. എന്നിട്ട് മഹാപ്രഭു ദൂരെ നിന്ന് കണ്ട് മഹാപ്രഭു പോയതിന് ശേഷം പാർവതി ദേവി വന്ന് മഹാപ്രഭു നടന്നു പോയ ആ സ്ഥലം, അവിടുത്തെ മണ്ണെടുത്ത് സിന്ദൂര രേഖയിൽ ഇടുകയാണ്. അപ്പൊ ആ സിന്ദൂര രേഖയിൽ സീമന്തമായിട്ട് ഇടുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ നവദ്വീപിൽ പോയി കഴിഞ്ഞാൽ അവിടെ സീമന്ത ദ്വീപുണ്ട്. ഈ സീമന്ത ദ്വീപില് പാർവതി ദേവി സീമന്തിനി ദേവിയായിട്ട് നിൽക്കുകയാണ്. കാരണം മഹാപ്രഭു നടന്നു പോയതെടുത്ത് സീമന്ത രേഖയിലിട്ട്. അപ്പൊ അവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ ശരിക്കും ആരുടെയാണ്? ഭഗവാന്റെ ഭക്തനാണ്. ഭഗവാന്റെ ഭക്തിക്ക് ഭഗവാൻ എന്ന് പറയുന്നത് അത്രയും
ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഭക്തിയിൽ ചെയ്യുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും ദേവിയാണ്, ഞാൻ ദേവീനെ പൂജിക്കേണ്ട ആവശ്യമില്ല, ദേവിയുടെ ഇതാണെന്ന് നമ്മൾ പറയും. പക്ഷെ ഒരിക്കലും അല്ല, ദേവിയുടെ അനുഗ്രഹം കൂടെ നമുക്ക് വേണം എന്നും പറഞ്ഞ് അവർക്ക് പോയി ആവശ്യമില്ലാത്ത പൂജകള് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ദേവിയുടെ അനുഗ്രഹം വേണം. കാരണം അവര് നമ്മളെ നോക്കുന്നത് ഭഗവാനിലോട്ട് ലീഡ് ചെയ്ത് വിടാനാണ്. ഒരിക്കലും അവരെ ലോകത്തോട്ട് അവർ നമ്മളെ വിളിക്കത്തില്ല, ഭഗവാനിലോട്ട് കൊണ്ടുപോകാനാണ് അവർ നോക്കുക. പക്ഷെ ചില സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ അവരിലോട്ട് കയറി ചെല്ലുകയാണ് ചെയ്യാറ് ചില സമയത്ത്. കാരണം അവർക്ക് ആവശ്യമില്ലാത്ത പൂജകളും കാര്യങ്ങളും ചെയ്ത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടേക്ക് നമ്മൾ കയറി ചെല്ലും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അവരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം നമ്മളെ ഭഗവാനിലോട്ട്, അങ്ങനെ എത്രയോ ഭക്തന്മാർക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നവരാത്രി ആവുമ്പം നമ്മൾ ദേവീനെ സർവീസ് ചെയ്യുക, പക്ഷെ ചെയ്യുമ്പോൾ അവിടെ ഭഗവാനെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുക. കാരണം ഭഗവാനും അവിടെ പ്രാധാന്യം, ഭഗവാനെ പൂജിച്ചാൽ മതി. ദേവി ഈ എല്ലാ ദേവീ ദേവന്മാർക്കും പ്രസാദം കിട്ടാൻ വേണ്ടി, അതായത് അവരുടെ എല്ലാം പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരാളെ മാത്രം പൂജിച്ചാൽ മതി. ഹരേ കൃഷ്ണ.